നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയാണ്. ഇനി അവസാന മണിക്കൂറുകളിലേക്ക് നമ്മൾ എത്തുകയാണ്. അന്തിമ പോരാട്ട ചിത്രം ഇന്ന് വൈകുന്നേരത്തോടു കൂടി ലഭിക്കും. തൃണമൂൽ കോൺഗ്രസ് പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന PV അൻവറിന്റെ ചിഹ്നത്തിലും ഇന്ന് തീരുമാനമാകും. നിലമ്പൂരിൽ നിന്ന് അരുൺ അമൃതനാഥും S രാഗിനുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ആദ്യം അരുണിലേക്ക് പോകാം. അരുണ്, ഈ അൻവറുമായി ബന്ധപ്പെട്ട് എന്താണ്? അൻവറിന്റെ ചിഹ്നം ഏതാണ്? അൻവർ ഇപ്പോൾ തൃണമൂൽ സ്ഥാനാർത്ഥിയാകാൻ കഴിയില്ല, പത്രിക തള്ളിപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ ആണ് അദ്ദേഹം മത്സരിക്കുന്നത്. ചിഹ്നം എന്താകും എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരുന്നുണ്ടോ? എങ്ങനെയാണ് അൻവർ ക്യാമ്പിന്റെ ഇന്നത്തെ ഒരു മൂഡ്? രതീഷ്, ആര്യ, ഇന്ന് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയാണ്. അപ്പോഴും രാഷ്ട്രീയ ആകാംക്ഷ നിറഞ്ഞു നിന്നത് PV അൻവർ അത്തരത്തിലൊരു പിന്മാറ്റത്തിലേക്ക് പോകുമോ എന്നുള്ളതാണ്. തൽക്കാലം ഇല്ല എന്നുള്ളത് തന്നെയാണ് അൻവറിന്റെ മറുപടി. ഇന്ന് രാവിലെ കൂടെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അന്തരീക്ഷം ഇനിയും ഉണ്ടോ? ഇപ്പോൾ പത്രിക പിൻവലിക്കുന്ന ദിവസമാണെങ്കിൽ അങ്ങനെ പിന്മാറാനുള്ള അങ്ങനെ ഒരു അന്യ ശ്രമം ഏതെങ്കിലും ഇടങ്ങളിൽ നടക്കുന്നുണ്ടായിരുന്നു? അതോ ഈ ഡേറ്റ് ഇതായതുകൊണ്ട്, പിൻവലിക്കാനുള്ള അവസാന തീയതി ആയതുകൊണ്ട് അങ്ങനെ ഒരു ഊഹാപോഹം വരുന്നതാണോ? അങ്ങനെ ഗൗരവത്തിൽ പിൻവലിപ്പിക്കാനുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നു? അൻവർ അങ്ങനെ ആലോചിച്ചിരുന്നോ? അൻവർ ക്യാമ്പിൽ അങ്ങനെ ആലോചന ഉണ്ടായിരുന്നു? അത്തരത്തിലൊരു ആലോചനകളും അൻവർ ക്യാമ്പിൽ ഉണ്ടായിട്ടില്ല. അത്തരത്തിലൊരു നീക്കങ്ങളും അൻവറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ അത്തരത്തിലുള്ള അനുനയ നീക്കങ്ങൾ നടക്കുന്നതായി പറയപ്പെടുന്നത് കൊണ്ടും അൻവറിന്റെ ഒരു ശൈലി അങ്ങനെ ആയതുകൊണ്ടും ഉണ്ടായ ഊഹാപോഹങ്ങൾ എന്ന് തന്നെ നമുക്കതിനെ വിശേഷിപ്പിക്കാം. പക്ഷെ അൻവറിന്റെ ക്യാമ്പ് ഒരിക്കലും മത്സരിക്കാൻ ഉറച്ചു തന്നെയായിരുന്നു. അതിനുള്ള നീക്കങ്ങൾ അവർ നേരത്തെ തന്നെ നടത്തിയിരുന്നു എന്നതിന്റെ ഉദാഹരണമാണ് മെയ് 31-ാം തീയതി തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചിഹ്നം അനുവദിക്കേണ്ടത് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിരുന്നു. അന്ന് അൻവർ കൃത്യമായൊരു നിലപാട് മത്സരിക്കുന്ന കാര്യത്തിൽ പറഞ്ഞിരുന്നില്ല. 1-ാം തീയതിയാണ് അൻവർ നിലപാട് വ്യക്തമാക്കുന്നത് എന്നതുകൂടിയുണ്ട്. അപ്പോൾ മത്സരിക്കാൻ ഉറച്ചു തന്നെയായിരുന്നു PV അൻവർ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ചിഹ്നത്തെ സംബന്ധിച്ച് ഇനി ഒരു അന്തിമ ധാരണ വരും, അന്തിമ വിവരം വരും. അത് ഇന്ന് വൈകിട്ടോടുകൂടി അറിയാമെന്നുള്ളതാണ്. ഓട്ടോറിക്ഷ, ഈ കത്രിക, ഈ കപ്പും സോസർ, ഈ 3 ചിഹ്നങ്ങളാണ് ഈ PV അൻവറും ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഈ 3 ചിഹ്നങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ലഭിക്കും എന്നുള്ളത് തന്നെയാണ് നിലവിലെ സൂചന. വൈകുന്നേരത്തോടു കൂടി ഒരു അന്തിമ ചിത്രമാവും. മറ്റൊരു രാഷ്ട്രീയപരമായ കൗതുകം, ഈ 14 സ്ഥാനാർത്ഥികളാണ് സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം അന്തിമ പട്ടികയിലുള്ളത്. അതിൽ ഒരു അപരൻ മാത്രമേ ഉള്ളൂ. അത് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനോ LDF സ്ഥാനാർത്ഥി സ്വരാജിനോ അല്ല, അത് PV അൻവറിന് കൂടിയാണ് ആ ഒരു അപരൻ ഉള്ളത് എന്നതുകൂടിയാണ്. അൻവറിന്റെ വ്യക്തിഗതമായ ശൈലിയിൽ അത്തരത്തിലുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉന്നയിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും അൻവർ കൂടി പോവുകയാണ്. രാഗിൻ, ഇപ്പോൾ M സ്വരാജ് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന ചോദ്യങ്ങൾക്കൊക്കെ ഇംതിയാസിന് മറുപടി നൽകിയത് നമ്മൾ കേട്ടു. KC വേണുഗോപാലിന്റെ പെൻഷൻ വിഷയം, മറ്റെന്തൊക്കെ വിഷയങ്ങളാണ് ഇപ്പോൾ മണ്ഡലത്തിൽ സജീവമായി ചർച്ചയാകുന്നത്? രാഗിൻ, എന്തും വിവാദമാകുന്ന ഒരു തരത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഘട്ടം മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ ഈ പെൻഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ വിഷയം അത് LDF സജീവ ചർച്ചയാക്കുകയാണ്. കാരണം അത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണെന്ന് LDF വിലയിരുത്തുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അത് നന്നായി തന്നെ LDF മണ്ഡലത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ UDF അത് പറയുന്നത് വളച്ചൊടിച്ചതാണ് ഇത്തരം കാര്യങ്ങൾ, അതിൽ ഒരു തരത്തിലുള്ള കാര്യങ്ങളും ഇല്ല എന്നതാണ്. കൂടാതെ ഈ പ്രിയങ്ക ഗാന്ധിയുമായി ബന്ധപ്പെട്ട് മുൻപ് വിജയരാഘവൻ പറഞ്ഞ കാര്യം ഇപ്പോൾ UDF സജീവ ചർച്ചയാക്കുന്നുണ്ട്. അതിന് വിജയരാഘവൻ പറയുന്നത് താൻ അതൊക്കെ തന്നെ നേരത്തെ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിലെ വിഷയങ്ങളല്ല ഈ തവണത്തെ തെരഞ്ഞെടുപ്പിലെ വിഷയം എന്നാണ് വിജയരാഘവൻ പറയുന്നത്. ഇതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും പുതിയതായി M സ്വരാജുമായി ബന്ധപ്പെട്ട വാഹന വിഷയം, അതാണ് ഇപ്പോൾ സജീവ ചർച്ച. പക്ഷേ അതിനെ LDF ശക്തമായി തന്നെ എതിർക്കുകയാണ്. കാരണം M സ്വരാജിനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കാൻ ക്ഷണിച്ചു കൊണ്ടുവന്നത് UDF ആണ്, അല്ലെങ്കിൽ കോൺഗ്രസ് ആണ്. കാരണം ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ വെല്ലുവിളിച്ച് സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതിനൊക്കെ ശേഷം സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നു. പക്ഷേ അതിന് പിന്നാലെ ഇപ്പോൾ ഇത്തരം വ്യാജ ആരോപണങ്ങൾ നടത്തുന്നത് അധാർമിക രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്നാണ് റഹീം അടക്കം അല്പസമയം പറഞ്ഞത്. എന്തായാലും അത്തരത്തിൽ സജീവമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ചയായി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. എന്തായാലും ഇന്ന് സുരേഷ് ഗോപി എത്തുന്നുണ്ട്. അദ്ദേഹം എന്തൊക്കെയാണ് പറയുന്നതെന്ന് എനിക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും അങ്ങനെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഓരോ വിഷയവും ശക്തമായി ഉന്നയിക്കുകയും ആരോപണങ്ങൾ ഉന്നയിക്കുകയും പ്രത്യാരോപണങ്ങൾ വരികയും വിമർശനങ്ങൾ ഉയരുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഈ മലപ്പുറത്ത് നിലമ്പൂരിൽ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടം അത്യന്തം ആവേശകരമായി വൈകിട്ടോടുകൂടി ലഭിക്കും. ഇന്ന് നിർണായകമായ ഒരു ദിവസമാണ്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമാണ്.